അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ ത്രികാലജ്ഞാനിയും അതുപോലെ സർവ്വലോക മുദബ്ബിറും നിയന്ത്രിക്കുന്നവനുമൊക്കെ എന്ന് അവകാശപ്പെടുന്ന കുരുവട്ടൂര് KC അബ്ദുള്ള ഈ വാട്സപ്പിന്റെ ഗ്രൂപ്പ് നിയന്ത്രിക്കാനാവാതെ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞിരിക്കുകയാണ്. വാട്സപ്പിന്റെ ഗ്രൂപ്പുകൾ ഇപ്പോൾ ആലമിന് പുറത്താണോ അകത്താണോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് അവർ ചർച്ച ചെയ്താൽ മതി. കാരണം സർവ്വലോകത്തെയും നിയന്ത്രിക്കുമ്പോൾ വാട്സപ്പ് പിന്നെ ലോകത്ത് നിന്ന് പുറത്തായി പോയോ എന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. ഗുരുവട്ടൂരികൾ അടുത്ത പ്രസംഗത്ത് പറഞ്ഞാൽ മതി. ഏതാണെങ്കിലും വാട്സപ്പിന്റെ ഗ്രൂപ്പിനെ വല്ലാതെ വിരളി പിടിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ ഗുരുവട്ടൂരികളുടെ പ്രഭാഷണത്തിലൊക്കെയും വാട്സപ്പിന്റെ ഗ്രൂപ്പുകളെ സംബന്ധിച്ച് പറയാറുണ്ട്. പ്രഭാഷണത്തിലൊക്കെ ഇങ്ങനെ വാട്സപ്പിന്റെ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഭയങ്കര ഭീതിയോട് കൂടി പറയുന്നുണ്ട്. നമ്മൾ തെറീകത്തിന്റെ തെറിയാശാൻ എങ്ങനെ വേണം പറയാൻ, തെറിയൊരു കുഞ്ഞമ്മത് ആ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നത് കേട്ടോക്കി. എന്താപ്പ ഇന്നലൊക്കെ ഗ്രൂപ്പിലെ ചർച്ച എന്താപ്പങ്ങളെ സൈബർ ഗുണ്ടകൾ ഇങ്ങനെ ആർമാദിച്ചുകൊണ്ടിരിക്കുന്ന തെറിയഭിഷേകം വാതോരാതെ നിർഗളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ തെറീക്കത്ത് ഗ്രൂപ്പിലെ ചർച്ച എന്താ ചർച്ച? ഒരാൾക്ക് ഇങ്ങോട്ട് ഹാലളകിയിട്ട് എന്തൊക്കെ പറയണ്? ഇതിനാ നിങ്ങളാ പ്രസംഗം കേൾക്കാൻ പോണ്? ആ പ്രസംഗം കേട്ടിട്ട് ഞമ്മളെ അപ്പൊ ഇവൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ പറഞ്ഞതെന്നുള്ളത്. തെറിയഭിഷേകവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഞാൻ താഴെ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. സമസ്ത കേരള ജമിയത്തുലമ പഴയ കാലത്ത് തന്നെ സത്യവും അസത്യവും കൂടിച്ചേർന്ന ബിദഈകളും അതുപോലെ സിന്ദീഖുകളാകുന്ന കള്ളത്തൊരീക്കത്തുകാരും അവരുടെ സംസാരങ്ങളും പ്രഭാഷണങ്ങളും അവരുടെ പുസ്തകങ്ങളും സിഡികളൊന്നും കേൾക്കരുത്, കാണരുത്, അവരുടെ മജ്‌ലിസിൽ പോയി ഇരിക്കരുത് എന്ന് പറയാറുണ്ട്. കാരണം ഇതൊക്കെ രോഗമാണ്. ഈ രോഗം പെട്ടെന്ന് പകരാനും ഈമാൻ നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. ഈമാൻ നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആഖിബത്ത് എന്ന് പറയുമ്പോൾ അത് ഈമാൻ കൊണ്ടാണല്ലോ. അത് നഷ്ടപ്പെട്ടു പോകുക പറഞ്ഞാൽ പിന്നെ അതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. അതുകൊണ്ട് തന്നെ സാധാരണ മുസ്ലിമീങ്ങളെ സമസ്ത കേരള ജമിയത്തുലമ ഇത്തരം വിഭാഗങ്ങളുടെ സംസാരത്തിലേക്ക് കേൾക്കാൻ പോകാൻ പാടില്ല എന്ന് പഴയകാലത്ത് തന്നെ പറയാറുണ്ട്. ഇപ്പോഴും അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഫിത്നാശയക്കാരൻ്റെ മറ്റൊരു രൂപമാണല്ലോ കള്ളത്തൊരീക്കത്ത്. അതും കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ബിദഈകളോടും സിന്ദീഖിനോടും ഒരേ നാണയത്തിന്റെ ഇരുവശമാണ് കള്ളത്തൊരീ, അതുപോലെ പുത്തൻവാദികളും. രണ്ടു കൂട്ടരോടും ഒരേ സമീപനം തന്നെയാണ് സമസ്ത കേരള ജമിയത്തുലമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ രണ്ട് വിഭാഗത്തിൻ്റെയും പ്രഭാഷണത്തിൽ കേൾക്കാൻ വേണ്ടി പോകാൻ പാടില്ല എന്ന് സമസ്തയുടെ പണ്ഡിതന്മാർ പറഞ്ഞതിന് എന്താണ് ഗുരുവട്ടൂര് എനിക്ക് അത്ഭുതമുള്ളത്? പിന്നെ ഈ വിഭാഗം ആളുകൾ എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് എന്ന് തെറിയാശൻ പറയുന്നത് കേട്ടോക്കി. ഈ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളെ മലർത്തിക്കിടത്തി അണ്ണാക്ക് മുതൽ അണ്ടർഗ്രൗണ്ട് വരെ പൊളിച്ച് നിങ്ങളുടെ കുടലും എല്ലാം പുറത്തു വലിച്ചിട്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളെ കള്ളത്തരം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഈ പാവപ്പെട്ട അവരുടെ അടിമകളായ ഞങ്ങൾ ഈ ഇഖ്വാനികൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിനാണ് ഇവരെ ഇറങ്ങിയിട്ടുള്ളത്. നമ്മളെ മലർത്തി കിളർത്തി നമ്മളെ കുടൽ മാമാശൊക്കെ പുറത്തേക്കിട്ട് അതിങ്ങനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും വേണ്ടി 13 വർഷക്കാലം ഇങ്ങനെ ഈ പ്രവർത്തനം ചെയ്തിട്ടും പടലങ്ങിന്റെ വളർച്ചയാണ് ഇപ്പോഴും ഗുരുവട്ടൂരിനുള്ളത്. കുറച്ചൊക്കെ തെറി പറിച്ചുകൊണ്ട് ആത്മസംതൃപ്തി നേടി എന്നല്ലാതെ എന്ത് നേടി? സ്വന്തമായിട്ടൊരു പള്ളിയോ ഒരു മദ്രസോ പോലും ഇല്ല. ദാറുൻ നദ്വ എന്ന പേരിൽ ഗുരുവട്ടൂരിൽ അന്നേയുള്ള കുത്തിത്തിരിപ്പിന്റെ ഒരു കേന്ദ്രമുണ്ട്. ഇന്നും അത് തന്നെയുള്ളൂ. വേറെ എന്ത് വളർച്ചയുള്ളത്? ഒരു വളർച്ചയില്ല. ബഹുമാനപ്പെട്ട AP ഉസ്താദിനോട് വിരോധമുള്ള കാന്തപുരം വിരോധികളെ കുറച്ച് ആളുകളൊക്കെ ചിരിക്കാൻ വേണ്ടിയും കുറച്ച് വാടക കൊടുത്ത് ബംഗാളികളെയും സദസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നല്ലാതെ നിങ്ങൾക്ക് എന്ത് കഴിഞ്ഞു?
13 കൊല്ലം കൊണ്ട് ഒരു ചുക്കും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് നിങ്ങൾക്ക് കഴിയൂല. നിങ്ങൾ കുറെ തെറി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ 99% അതിന്റെ മുക്കാലും എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഇവൻ പറയുന്ന തെറി നിങ്ങളെ മുസാവറയുടെ പരമോന്നത നേതൃത്വം മുതൽ താഴെ തട്ടുവരെയുള്ള 99.9% കള്ളന്മാരാണ്. ദജ്ജാലൂന കദ്ദാബൂൻ. അത് കേട്ടില്ലേ? ഇവൻ പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലെ 99.9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1% പോലും ഇല്ല. പിന്നെ നല്ലവര്, ബാക്കി ഒക്കെ മോശമാണ്, വളരെ മോശപ്പെട്ടവനാണ് ഇവന്റെ ഉസ്താദുമാരടക്കം. അപ്പൊ പിന്നെ എങ്ങനെ ഇൽമ കിട്ടിയത്? ചേക്കുട്ടി പാപ്പ എങ്ങനെ പറഞ്ഞു കൊടുക്കണത്? സാഹിബുൽ വക്ത. ഈ സാഹിബുൽ വക്ത് ഇവിടെ ഓതി പഠിച്ചത് ഈ മോശപ്പെട്ട ആൾക്കാരെ അടുത്തുനിന്ന്. എന്നിട്ട് തമ്മ തെറ്റിയപ്പോ തോന്നിയ ദിവസം വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. അങ്ങനെ അവർക്കൊരു ആത്മസംതൃപ്തി നൽകുന്നു. എന്നാ ഇവൻ തന്നെ പറയുന്നുണ്ട് ഈ തോന്നിയ ദിവസം പറയുക എന്നത് തറവാടിന് പറഞ്ഞവനെ പറ്റിയതല്ല എന്നൊക്കെ. ഇവന്റെ ജന്മത്തിൽ എന്തോ തകരാറുണ്ടോ എന്ന് വീട്ടുകാർ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇവരെ കുറ്റം പറയല്ല. ഇവൻ പറയുന്നത് കേട്ടു നോക്കി. തോന്നിവാസം പറഞ്ഞാ പോരോ? പറയട്ടെ. കുട്ടികൾക്ക് യോജിച്ച പണിയല്ല അത്, തറവാട്ടിൽ ജനിച്ചവർ യോജിച്ച പണിയല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. കേട്ടില്ലേ? ഇവൻ പറയുന്ന ആൺകുട്ടികൾക്ക് പറ്റിയതല്ല തെറി പറയല്. ആൺകുട്ടികൾക്ക് ചേർന്നതല്ല, അതുപോലെ കുടുംബത്തിൽ പറഞ്ഞവർക്കുള്ളതല്ല. ഇനി ഇവൻ കുടുംബത്തിൽ പിറന്നതാണോ, ഇവനൊരു ആൺകുട്ടിയാണോ, ഇതും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യണ്ടേ? നമ്മളെ ബാധ്യതയില്ലേ? നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തെറിയൂരേ ഇത് ആണോ പെണ്ണാണോ അതോ ഇനി കുടുംബത്തിൽ ജനിച്ചിക്കണോ എന്നുള്ളത് 1-2 തെളിവ് ഞാൻ വന്നിട്ട് തരാം. നീ ഒന്ന് കേട്ടു നോക്ക്. നിങ്ങൾക്ക് പിതൃശൂന്യത ഇല്ലെങ്കിൽ നിങ്ങളത് തെളിയിക്കണം. പച്ചത്തെറി ഇവൻ പറയുന്നത്. അതുകൊണ്ട് നിർത്തിയോ? ഇല്ല, അതിന്റെ ഷെറോട് കൂടി ഒരു തെറിയും കൂടി കേട്ടോളി. ആണായി പിറന്നവരുണ്ടോ? പിതൃശൂന്യത അനുഭവപ്പെടാത്തവരാണോ നിങ്ങളെങ്കിൽ കൊണ്ടുവരൂ തെളിവ്. അപ്പൊ കേട്ടില്ലേ? ഇജാതി സംസാരിച്ചിട്ട് യാതൊരു എളുപ്പമില്ലാതെ അവൻ പറയാണ് ഞാൻ എന്ത് തെറിയാ പറഞ്ഞത്. തെറി പറയാന്നുള്ളത് കുടുംബത്തിൽ പറഞ്ഞവർക്കുള്ള, തറവാട്ടിൽ പറഞ്ഞവർക്കുള്ളതല്ലാന്ന്. ഇവൻ തറവാട്ടിലാണോ എന്നുള്ളത് വീട്ടുകാരൊന്ന് ചെക്ക് ചെയ്യേണ്ടത് നല്ലതാ. മനസ്സിലാകണ്ടോ? ഇനി ഓന്തിനെ പോലെ നിറം മാറുന്ന ഒരുത്തണ്ടല്ലോ നൗഷോ ഓന്ത്. അവൻ പറയുന്നോണ്ട് കേട്ടു നോക്കി. എല്ലാ യൂട്യൂബർമാരും കൂടി ഇറങ്ങി വരി. എവിടെയാണ് ആ വാളക്കുളം? ഓനൊക്കെ പിടിച്ച് ഇറക്കിങ്ങട്ട്. നിങ്ങളെ ഓരോ എപ്പിസോഡുകളും ഞങ്ങൾക്ക് വലിയ കരുത്താണ്. നിങ്ങൾ ആരും എതിർക്കാതെ, ആരും കുറ്റം പറയാതെ ഞങ്ങൾ ഇങ്ങനെ നിർത്തിയാൽ ഞങ്ങൾക്ക് വളരെ പണിയെടുക്കേണ്ടി വരും. നിങ്ങളെല്ലാവരും കൂടി ഇറങ്ങി എന്നിട്ട് ഞങ്ങളെ പറയും, ഞങ്ങൾ മറുപടിയും പറയാ. അതല്ലേ ഞങ്ങളെ വിളിച്ച് കടപ്പുറത്ത് വരി. വലിയൊരു കടപ്പുറമാണെന്നില്ല, മലപ്പുറം ജില്ലയിലെ വലിയൊരു ഗ്രൗണ്ട്. എല്ലാ സൈബർ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരും യൂട്യൂബർമാരൊക്കെ ഇറങ്ങാനാണ് പറയുന്നത്. ഞങ്ങൾ ഇറങ്ങും. ഞങ്ങൾ ആലിമീങ്ങളൊന്നും ആ വിഷയത്തെ നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യണില്ല. മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമല്ല. ഞങ്ങളെപ്പോലത്തെ സാധാരണക്കാർ ഇറങ്ങിയാൽ തന്നെ മതി. മൂട്ടനെ കൊല്ലാൻ എന്തിനാണ് ഔഷധ തോക്ക്? മൂട്ടനെ കൊല്ലാൻ ആരെങ്കിലും തോക്കെടുക്കാറുണ്ടോ? സാധാരണക്കാരല്ലേ നിങ്ങളെ ഒലിമ്പിക്കൊണ്ടിരിക്കുന്നത്? കണ്ടില്ല നിങ്ങള് എൻ്റെ ചെറിയൊരു കുഞ്ഞമ്മീനെ കടപ്പുറത്തിട്ട് ഒലിമ്പിയത്? എൻ്റെ സോയിൽ ഭക്ത് എന്ന് പറയുന്ന ഒരുത്തനെ ഗ്ലോബൽ വില്ലേജിൽ വെച്ചിട്ട് ഒലിമ്പിയത്. എന്തിന് ചങ്ങായി കൂടുതൽ പറയണം? 1000 ഗുരുവട്ടൂരിക്ക് അര അലിഖാൻ പോലെ. അലിഖാൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ എപ്പോഴും എനിക്ക് ടൗൺസറിൻ്റെ ഉള്ളിൽ നിലവരികയല്ലേ. അലിഖാൻ എന്ന് പറയുന്ന സാധാരണക്കാരന്റെ മുമ്പിൽ ആകെ മുട്ടുപറച്ചവരാണ് കുരുവട്ടൂരികൾ. അതാ ഞാൻ പറഞ്ഞത്. 1000 കുരുവട്ടൂരികൾക്ക് അര അലിഖാൻ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പച്ചത്തെറി പോലെ പറഞ്ഞെങ്കിലും എല്ലായിടത്തുനിന്നും പരാജയപ്പെട്ട് ആകെ തുമ്പും കൊടുത്തില്ലാതായി ഇങ്ങനെ നിന്നിട്ടും ഈ തെറിയാശാൻ കുഞ്ഞമ്മദിനെ പോലുള്ള ആൾക്കാർ വേദി കയറി കടിച്ച് കുരഞ്ഞ് തോന്നിയാത്തം വിളിക്കുമ്പോൾ പുതിയൊരു മൊയന്ത് വന്നിട്ട് ഇങ്ങനെ പറയാണ്, ഈ പറഞ്ഞ മൊയന്തുകളാകുന്ന തെറിയാശാന്മാരെയും അളിയൻ കുഞ്ഞാമീൻ്റെ മറ്റേ സമതിൻ്റെയും ഈ പറഞ്ഞ ചേക്കുട്ടിൻ്റെ ഒപ്പം നടക്കുന്ന ഈ മൊയന്തിൻ്റെയും പിന്നാലെ നടന്നാലാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പുതിയൊരു മൊയന്ത് പറയുന്നു. ആ മൊയന്തിൻ്റെ പ്രസംഗം കേട്ടോക്കി.
ഇന്ന് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് ഒരാളിൽ നിന്ന് കേൾക്കാൻ വല്ലരും കൊതിക്കുന്നുണ്ടെങ്കിൽ അത് വന്നിരായ അഹ്സനി ഉസ്താദിൽ നിന്നാണ്, അൻവരി ഉസ്താദിൽ നിന്നാണ്, തൊയ്യൂർ ഉസ്താദിൽ നിന്നാണ്. ഇതാണ് അഹ്ലുസ് സുന്നയുടെ പാരമ്പര്യം. എനിക്ക് മൊയ്തീനെ കാണുമ്പോ തോന്നുന്നത് ഇതത്താ പിന്നെ നൗഷോന്നിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ, ഞാൻ അത് ഫോട്ടോസ്റ്റാറ്റ് ആണോ, ഞാൻ അത് ഓന്റെ അഞ്ചൻ തന്നെയാണോ ഒന്നും പറയാൻ പറ്റാ. എനിക്ക് ഇവനെ അറിയില്ല, കുടുംബപരമായിട്ടൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. എനിക്കിങ്ങനെ ഒറ്റടിക്ക് കണ്ടപ്പോ ഇവന്റെ അതേ അച്ചാണ് തോന്നുന്നത്. ഇവന്റെ അതേ അച്ഛന്ന് പറഞ്ഞാൽ ഇവന്റെ അഹ്വാനിൽ പെട്ട വല്ലതാണ് തോന്നുന്നുണ്ട്. ഈ കുരുവട്ടൂരികൾ എന്ന് പറഞ്ഞാൽ തന്നെ മൊത്തത്തിൽ അഹ്വാനിയാണല്ലോ, അതങ്ങനെയാണല്ലോ അവര് പറയാറ്. നേരത്തെ നമ്മൾ തെറിയൊരു കുഞ്ഞമ്മത് പറഞ്ഞല്ലോ, ഓല് ഇറങ്ങിയത് എന്തിനാന്ന് പറഞ്ഞപ്പോ അഹ്വാനികൾ ഇറങ്ങിയെന്ന്. ഈ അഹ്വാനെല്ലാം കൂടിയും നമ്മളങ്ങോട്ട് മൂത്രം വെച്ച് ഒലിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. 13 കൊല്ലം വരെ മൊത്തത്തിൽ തല കുത്തി മറിഞ്ഞിട്ടും അളിയാ ഇത് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അപ്പൊ നൗഷാദിന്റെ തലയെക്കെട്ടിന്റെ മാതിരി തലയെക്കെട്ട് കെട്ടി അതേ രൂപത്തിൽ ഇജ്ജ് പറയണത് നൗഷാദിന് കഴിയാത്തത് എങ്ങനെ ചങ്ങയ്യ എന്നെ കൊണ്ട് കഴിയുമോ? ഇജ്ജിപ്പോ അതിന്റെ അടുക്ക് പറഞ്ഞല്ലോ പാരമ്പര്യം എന്നുള്ളത്. പാരമ്പര്യം എന്ത് പാരമ്പര്യം നിങ്ങൾക്കുള്ളത്? നിങ്ങളെ ഗ്ലോബൽ വില്ലേജ് ഗ്ലോബൽ കോഴി ഉണ്ടല്ലോ, അബ്ദുള്ളാന്റെ മോൾക്കൊരു പാരമ്പര്യം പറയാനുണ്ടോ? മുലാഖാത്തിനൊരു പാരമ്പര്യം ഉണ്ടാവില്ല. പിന്നെ വഫാത്തായ ബർസക്കപ്പെട്ട ഔലിയാക്കള് പിന്നെ നിങ്ങൾക്ക് ഗണ്ണിച്ചിട്ട് ഞാൻ പച്ച നുണ പറഞ്ഞിട്ട് എൻ്റെ ആളാണ്, ഞാൻ നേർക്ക് നേരെ കണ്ടിട്ടുണ്ട്, ഞങ്ങളങ്ങനെ സംസാരിച്ചിട്ടുണ്ട്, ഖബറിൽ കിടക്കുന്ന ആൾക്കാരോട് ഞങ്ങൾ സംസാരിക്കും, അങ്ങനെ ഞങ്ങൾക്ക് ഇൽഹാമിലൂടെ കിട്ടുന്നുണ്ട്, അള്ളാഹുവിൽ നിന്ന് നേർക്ക് നേരെ കിട്ടുന്ന വിവരം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് പൊട്ടീസാക്കാൻ പറ്റും. അത് നിങ്ങളെ കുറച്ച് മുമ്പിലിരിക്കുന്ന കഴുതകളെ മാത്രമേ പൊട്ടീസാക്കാൻ പറ്റുള്ളൂ, നാട്ടുകാരെ പൊട്ടീസാക്കാൻ പറ്റൂല. ഇതിനൊക്കെ ഒരു അതിർത്തിയില്ലേ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ വ്യക്തമായി ഞാൻ അടുത്ത പ്രസംഗത്തിൽ നിങ്ങളൊരു പാരമ്പര്യം പറയാൻ പറ്റും, ഏത് വരെ എന്നുള്ള ഏതെങ്കിലും ഒരു പാരമ്പര്യം. സുന്നത്തിയമായത്തിന്റെ തനതായ വിശ്വാസപരമായുള്ള ഒരു വിഷയം പറയുന്ന ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടോ? ഇല്ല. നിങ്ങൾ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട്, എല്ലാ വിശ്വാസത്തിനും കൈവച്ചിട്ടുണ്ട്, എല്ലാ പ്രവർത്തനത്തിനും കൈവച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ നായി തൊട്ട കലം പോലെ മാറ്റിവെക്കണമെന്ന് തസവുഫ് നന്നായി അറിയുന്ന ബഹുമാനപ്പെട്ട വൈലത്തൂർ യൂസുഫ് ജീലാനി, യൂസുഫ് കോയത്തങ്ങൾ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരാണോ യൂസുഫ് കോയത്തങ്ങൾ വൈലത്തൂര്? ബഹുമാനപ്പെട്ടവരാരാ? ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം CM വലിയുള്ളാഹിയുടെ ഖാദിമായി നിന്ന ആളാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ് ആ കാട്ടുകള്ളന്മാരാണ്. ഞാനാണല്ലോ ആദ്യം പറഞ്ഞത്. ഈ പറഞ്ഞ കുറ്റമ്പാറ ഉസ്താദടക്കമുള്ള വേറെ കുറെ ആൾക്കാർക്കൊക്കെ അറിയല്ലോ അല്ലേ? ആ ബഹുമാനപ്പെട്ടവരൊക്കെ നായ തൊട്ട കലം പോലെ നിങ്ങളെ മാറ്റിവെച്ചതാണ്. അഹ്ലുസുന്നയുടെ മക്കൾ നിങ്ങളെങ്ങനെ മാറ്റിവെക്കുക തന്നെ ചെയ്യുമെന്ന് ഉണർത്തുകയാണ്. അപ്പൊ ഞാൻ സമസ്തന്റെ ആൾക്കാരും വിശ്വേസിന്റെ ആൾക്കാരും ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ കാട്ട് കള്ളനാണ്. അത് ലത്തീഫ് സാഹിദിക്കൊക്കെ അറിയല്ലോ, കുരുവട്ടൂര് സലാം മുസ്ലിയാർക്ക് അറിയല്ലോ, ഞാനാണ് പറഞ്ഞിരിക്കണെന്നുള്ളത്. കൂറ്റമ്പാറബർക്കൊക്കെ അറിയല്ലോ, ആദ്യമായിട്ട് പറഞ്ഞ ആള് ഞാനാണെന്നുള്ളത്. കുരുവട്ടൂര് ആഫിൽ കള്ളനാണ്, ലോക കള്ളനൊക്കെ കാട്ട് കള്ളനാണ്.